ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാഭാവോ ശാസ്തേ സ്തുഭ്യം നമോ നമാം. ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. 2026 വിഷു, അതായത് ഏപ്രിൽ മാസം 14-ാം തീയതി. മീനം രാശിയിൽ ശനിയും മിഥുനം രാശിയിൽ വ്യാഴവും നിൽക്കെ കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1-ാം തീയതി, അതായത് ചൊവ്വാഴ്ച ദിവസം ചതയം നക്ഷത്രം കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും സുരഭികരണവും ശുഭ്രനാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം ഭൂമി ഭൂതോദയം കൊണ്ട് മേട രവി സംക്രമം. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച മീനം രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ മേടം രാശിയിലേക്ക് മാറുന്നു. അപ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത്. വിഷുഫലം എന്ന് പറയുമ്പോൾ അത് മറ്റ് ജാതക ഫലങ്ങളെയോ ഗോചരഫലങ്ങളെയോ ഒന്നും അടിസ്ഥാനപ്പെടുത്തി പറയുന്ന കാര്യമല്ല. മേടം രാശിയിലേക്ക് ആദിത്യൻ മാറുമ്പോൾ ആദിത്യൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ചുകൊണ്ട് ആ മുഹൂർത്തം മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് വിഷുഫലം പറയുന്നത്. അത് ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവെ നല്ല ഒരു അനുകൂലമായ സമയമാണ്. അതായത് ഒരു വർഷത്തേന് പൂർണ്ണമായ ദൈവാധീനമുള്ള സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട രീതിയാണ് കണക്കാക്കുന്നത്. ആദിത്യനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പവർഫുള്ളായിരിക്കുന്ന ഒരു ഗ്രഹമാണ് ആദിത്യൻ. അങ്ങനെ ഏറ്റവും ശക്തിയുള്ള ആ ഗ്രഹം അത് ഏറ്റവും ശക്തി പ്രാപിക്കുന്ന രാശിയിലേക്ക് മാറുന്നു. അതിനാണ് രവി സംക്രമം മേടം രാശിയിലേക്ക് വിഷുവായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഓരോ ഗ്രഹത്തിനും സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രം, ശത്രുക്ഷേത്രം, ബന്ധുക്ഷേത്രം അങ്ങനെയൊക്കെ ഉണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഇത് ആദിത്യൻ മാറുന്നത് ഉച്ചരാശിയിലേക്കാണ്. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ വളരെയധികം ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളരെ ശക്തി വർദ്ധിക്കുവാൻ യോഗമുണ്ട് ഈ ചിത്തിര നക്ഷത്രക്കാർക്ക്. കൂടാതെ ഇനി വരാൻ പോകുന്ന ആ വ്യാഴമാറ്റം അതും ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. കാരണം ആദിത്യൻ ഉച്ചരാശിയിലേക്ക് മാറി എന്ന് പറയുന്നത് പോലെ തന്നെ ദീർഘനാളുകൾ ഒരു വർഷത്തേന് വ്യാഴം ഉച്ചരാശിയിലേക്ക് വരുന്നു. അത് ഒരു വർഷത്തേനാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വർഷത്തിനകം സാധിച്ചു കിട്ടും. ഏറ്റവും പ്രധാനമായിട്ട് ചിത്തിര നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് പൊതുവെ മെച്ചമുള്ള ഒരു മാസം. അതുപോലെ തന്നെ സന്തോഷവും സമാധാനവുമുള്ള ഒരു വർഷം. ശ്രേയസ്സും യശസ്സും വന്നുചേരും. അത് പ്രധാനമായിട്ട് സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും കൂടാതെ കലാകാരന്മാരായിരിക്കുന്നവരെ, എഴുത്തുകാർ, ചിത്രരചന, മറ്റ് സാഹിത്യ രംഗത്തെ കവിതാരചനയായാലും കഥാരചനയായാലും മറ്റ് എഴുത്തുകാർ, അതുപോലെ തന്നെയാണ് വാർത്താ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വാർത്താവിനിമയ രംഗങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, മറ്റ് സിനിമ സീരിയൽ രംഗങ്ങൾ, പരസ്യം ചെയ്യുക, പരസ്യ ചിത്രങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രസിദ്ധികൾ വന്നു ചേരും. സ്വന്തം നാട് വിട്ടുപോയി ചില കലാരംഗങ്ങൾ അവതരിപ്പിക്കുവാനും അതുമൂലം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനും അങ്ങനെയുള്ള കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതിനും നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട് ഈ ചിത്തിര നക്ഷത്രക്കാർ. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുക. അവരവർ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ തൊഴിലൊക്കെ പരാജയപ്പെട്ടോ മന്ദീഭവിച്ച് കിടക്കുന്നവ സ്ഥിതിയാണ് എങ്കിൽ അതൊക്കെ മാറി തൊഴിൽ പുരോഗതികൾ, അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അധിക കടങ്ങൾ വാങ്ങാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് കടവുമായി, സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് ജാമ്യം നിൽക്കുക, അതുപോലെ
കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുക, പണം കൊടുക്കുക, വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് വലിയ ദോഷങ്ങളിലേക്ക് ചെന്ന് ചേരാനായിട്ട് സൂചനയുണ്ട്. അതുപോലെ തന്നെയാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ദോഷം ചെയ്യുന്ന ഒരു വർഷവും കൂടിയാണ്. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും വളരെ ശ്രദ്ധിക്കണം. അസമയത്തെ യാത്രകൾ ഒഴിവാക്കണം. സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുവാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. സഹോദര സ്ഥാനീയർക്കൊക്കെ അഭിവൃദ്ധികൾ വന്നു ചേരും. ഈ നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക്, കൊച്ചുകുട്ടികളായിരിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്ക് അഭിവൃദ്ധി വന്നു ചേരുക മൂലം കുട്ടികളായിരിക്കുന്നവർക്കും നല്ല കാര്യങ്ങളൊക്കെ വന്നു ചേരും. കുടുംബത്ത് സമാധാനമുള്ള കാലം. ഗൃഹം പുതുക്കി പണിയുന്നതിനോ പുതിയ ഗൃഹം വാങ്ങുന്നതിനോ ഒക്കെ യോഗമുള്ള ഒരു സമയമാണ് ഇപ്പോൾ. ചില ചിത്തിര നക്ഷത്രക്കാർക്കൊക്കെ ഗൃഹത്തിൻ്റെ പണി പുതുക്കി പണിയുന്നതും പുതിയ ഗൃഹം വാങ്ങി എന്നൊക്കെ ധാരാളം ആൾക്കാർ വിളിച്ചു പറയാറുണ്ട്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ജാതകം നോക്കുന്നതിനും അതുപോലെ തന്നെ പൊരുത്തം നോക്കുന്നതിനോ മുഹൂർത്തം നോക്കുന്നതിനോ ഒക്കെ ധാരാളം ആൾക്കാർ വിളിക്കാറുണ്ട്. ടൈമും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇപ്പോൾ തൊഴിൽ തടസ്സം മാറാനുള്ള സമയമാണോ, അല്ലെങ്കിൽ ജോലി കിട്ടാറായോ, വിവാഹം നടക്കാറായോ, ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നോക്കുക. സന്താനഭാഗ്യ കാര്യങ്ങൾ നോക്കുക. വിദേശത്ത് പോകുവാനുള്ള കാര്യങ്ങൾ നോക്കുക. രോഗം മാറുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ. അവർക്കും പുരോഗതി വന്നു ചേരും. ഏതെങ്കിലും തരത്തിൽ വാക്ക് പാലിക്കാനൊക്കെ പറ്റാതെ, അല്ലെങ്കിൽ വാങ്ങിച്ച ധനം കടം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ കൊടുത്തത് കിട്ടാതെ ഒക്കെ വിഷമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു പരിഹാരം ഈ വിഷുവിന് ശേഷം വന്നു ചേരുവാനായിട്ട് യോഗം. ഒരു വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കായാലും ഇപ്പോൾ നല്ല അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ പോകുന്നു. അതുപോലെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഉൽപ്പാദിത മേഖലയിൽ ചെറിയ കുടിൽ വ്യവസായങ്ങൾ പോലെയുള്ളവയോ വൻകിട സംരംഭങ്ങളോ ഒക്കെ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ വന്നു ചേരുവാനായിട്ടുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സമയമാണ്. മുമ്പിൽ വരുന്ന അവസരങ്ങൾ പാഴാക്കരുത്. വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ പ്രയത്നങ്ങളും കഠിനാധ്വാനങ്ങളും കൂടുതൽ വേണ്ടിവരും. അതിന് നല്ല സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ ഒക്കെ കൂടെ നിർത്തി വിജയിക്കുവാനായിട്ട് ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം സാധിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.